നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കലാകാരന്മാർ വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു വെറൈറ്റി പ്രോഗ്രാമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ പരിപാടി ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് പരിപാടിയുടെ വിജയം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നൽകുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ള കലാകാരന്മാരെ, നമസ്കാരം. ഇന്ന് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. കാരണം 2-3 എപ്പിസോഡ് ഞങ്ങളിപ്പോൾ ചെറിയ നുറുങ്ങുകളായിട്ട് വന്നു. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടി, വളരെ സന്തോഷമുണ്ട്. അപ്പം എന്നും ചെറിയ നുറുങ്ങുകളും കൊച്ചു തർക്കങ്ങളും ചാമ്പയ്ക്ക് വരെ ഞാൻ ഇവിടെ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ഇന്ന് ചെറിയ സംഗീതമാണ്, ഒരു ആലാപനം കൊണ്ടുവരിക. സജാനം പാടുമ്പോൾ കൂടുതൽ പാടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിൽ പൂട്ടും. അതേ നടക്കൂ. അതുകൊണ്ട് ആ സംഗീതത്തിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഞാൻ വലിയ പാട്ടുകാരൊന്നും അല്ല, നമുക്കറിയാം നാടൻ പാട്ടാണ് ചെറുതായിട്ട്. മധുവിൻ്റെ കൂടെയൊക്കെ കൂടിയാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. സജന അങ്ങനെ പറയല്ലേ, ഞാൻ വലിയ സംഗീത സംവിധാനമൊന്നും അല്ല. പാട്ടിൻ്റെ ABCD എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പുള്ളിത്തിരി പാടും, അതുകൊണ്ട് കട്ട സപ്പോർട്ട് അങ്ങ് കുറേ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ പാടാം. തെങ്ങലങ്ങാടി പണ്ടത്തെ പോലല്ല ചാവക്കടയിന്ന്, കാലം മാറി കോലം മാറിപ്പം കൊച്ചു ദുബായിന്ന്. കൊത്തിച്ചൻ കെട്ടിച്ചു വിട്ടപ്പ പാവങ്ങളോരാ കരണ്ടാലും ഗൾഫിന്ന് വന്നപ്പ ഇപ്പ പണക്കാരാ. കെട്ടി തുറക്കുമ്പോ എത്തിച്ചു നോക്കാനും കിട്ടിതെടുക്കാനും പങ്കു പറയാനും പങ്കിട്ടെടുക്കാനും നാട്ടുമാർ ധാരാളം. തെങ്ങലങ്ങാടി തെങ്ങലങ്ങാടി പണ്ടത്തെ പോലല്ല ചാവക്കടയിന്ന്, കാലം മാറി കോലം മാറി കൊച്ചു ദുബായിന്ന്. കൊത്തിച്ചൻ കെട്ടിച്ചു വിട്ടപ്പ പാവങ്ങളായോരാ കരണ്ടാലും ഗൾഫിന്ന് വന്നപ്പ ഇപ്പ പണക്കാരാ. കെട്ടി തുറക്കുമ്പോ എത്തിച്ചു നോക്കാനും കിട്ടിതെടുക്കാനും പങ്കു പറയാനും പങ്കിട്ടെടുക്കാൻ നാട്ടുമാർ ധാരാളം. ഇതെന്താണ്? ഇത് പരിധി, ഇത് യുദ്ധക്കളമല്ല, ഇത് സംഗീതമാണ്. കൊട്ടാന്റെ ഇഡ്ഡലി പാത്രം വെച്ചാൽ സംഗീത ഹിമാലയം കയറുമോ എന്തോ. സജ്ജന അണ്ണൻ തുടങ്ങിയ ഞാൻ തന്നെ പറയാം. നിൽക്കണം ഒരു കാര്യം പറയട്ടെ. അല്ലെ, ഉത്സവ പറമ്പിലൊക്കെ ഒരു പാവക്കുട്ടി പിള്ളേർ കളിക്കാൻ ഇങ്ങനെ കണ്ടു. അണ്ണാ, നിങ്ങൾ കൊട്ടുന്നില്ലേ? ഇത് ഇഡ്ഡലി കൂട്ടോ? പിന്നെ എന്തിനാ കൊണ്ടുവന്ന? എന്തിനാ എന്നാ കൊട്ടുവാ, പതുക്കെ കൊട്ട്. നാളെ ഇഡ്ഡലി കിട്ടുന്നില്ലേ? എന്നാ പതുക്കെ പാട്ടിന് ഒപ്പം പറയണേ. ഇഡ്ഡലി കൊട്ടും കൊണ്ട് സജന. അപ്പൊ ഞാന് ഒരു പാട്ട് പാടാൻ പോകും. ഓക്കെ, പാടട്ടെ? ഞാൻ പാടാൻ പോവാണ്. പക്ഷെ ഈ പാട്ട് വേറെ ആരെയും കുറിച്ചല്ല. ഞാനീ പാടുന്ന പാട്ട് നമ്മുടെ സുന്ദരം പിള്ള സ്റ്റേഷനെ കുറിച്ചാണ്. ആണോ? ആ, ശരി. എന്നാ പാടട്ടെ. എന്നെക്കാളും നിന്റെ കയ്യിൽ സമ്പത്തുണ്ടേ പൊന്നണ്ണ, എന്നിട്ടെന്തേ 100 രൂപ ചോദിച്ചപ്പോൾ തന്നിടാനേ. തരുവോ? അടുത്തത് പിടിച്ചോ. കാതിലാണേൽ കേൾവിയില്ല, കയ്യിലാണേൽ പൈസയില്ല, കാലിലാണേ നടക്കാൻ വയ്യ, 100 രൂപ തന്നേരണ്ണ. ഓ, അവിടെ പൈസ കിട്ടൂല. അണ്ണൻ തുടങ്ങി. കാശില്ലാതൊക്കെ വന്നിരിക്കുവോ ഇഡ്ഡലി കുട്ടം കൊണ്ട്. നാളെ ആവട്ടെ, പാട്ടിന് കിടത്തില്ലേ. അടുത്ത് പാട്ട് വന്ന കാട്ടുകുറുമ്പി കാതോല പൊടി കാരി നിന്റെ മുടിയേല് കാടി കളിക്കിട്ട് അകതാരും പുറന്താരും കണ്ടാലയ്യ. ഇന്നു പോകൻ തങ്ങളെ, നാളെ പോകൻ തങ്ങളെ, ഇന്നത്തെ അന്തുറങ്ങി നാളെ പോകാം. തന്നേ നാനന്നന്ന താനന്നേ നാനന്നന്ന താനന്നേ നാനന്നന്ന താനന്നേ നാനന്നന്ന. ഇതിൽ മാത്രം ഒട്ടിക്കോ. ഓക്കെ. നിന്നെ കാണാൻ ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്നേ നിന്നെ കെട്ടി